ഒരു ഇന്ധന രീതി മാത്രമായി ഇനി ലോകത്ത് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ചോള കർഷകർ അവർ കൃഷി ചെയ്യുന്നത് ഇന്ധനമാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെയാണ് മാറ്റം. ഇതാണ് മാറ്റം. വാഗണാർ എന്ന് പറയുന്ന കാറിന്റെ ഒരു പുതിയ പരിചയം, ഹീറോയുടെ സ്പ്ലെൻഡർ, അതോടൊപ്പം തന്നെ ഡീലക്സ് ബൈക്കുകളുടെ ഇവയെല്ലാം ഫ്ലക്സ് ഫ്യൂവൽ എന്ന് വിളിക്കുന്ന പുതിയ ഇന്ധന സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. ഫ്ലക്സ് ഫ്യൂവൽ എന്നാൽ എന്താ? ഫ്ലക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത് പല അളവിൽ എത്തനോൾ എന്ന് പറയുന്ന പെട്രോളുമായി കലർത്തി ഉപയോഗിക്കുന്നതിനാണ് ഫ്ലക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത്. 82 രൂപയ്ക്കാണ് ആ E85 എന്ന് പറയുന്ന പുതിയ ഇന്ധനം ലഭ്യമാക്കുന്നത്. 82 രൂപ വലിയ വ്യത്യാസമാണ്. 30 രൂപയുടെ അടുത്ത് ഒരു ലിറ്റർ പെട്രോളുമായി കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത്. ആത്മനിർഭർ മൊബിലിറ്റി എന്നുള്ളതാണ്. അതായത് പുറം രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പെട്രോൾ. ഒരു കാലത്ത് ഈ ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ വറ്റിത്തീരാം. അതായത് ക്രൂഡ് ഓയിൽ ഇല്ലാത്ത കാലം വരാം. ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. കാരണം E85 അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലവിലത്തെ വാഹനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? കുഴിച്ചെടുക്കുന്ന പെട്രോളിയം പോലൊരു ഇന്ധനമേ അല്ല ഇത്. ഈ ഇന്ധനം സ്പിരിറ്റിന്റെ ബേസ് ആണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചോളമാണ്. ഐസൺ പെട്രോൾ പമ്പുകളൊക്കെ ചെന്നാൽ കാണാം, അവിടെ നോസലിന്റെ പുറത്തൊക്കെ E20 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഐസൺ ഇപ്പോൾ രാജ്യത്തൊരു പുതിയ 3 വാഹനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക ഓട്ടോമോട്ടീവ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഒരേ സമയത്ത് തന്നെ ഇത്രയധികം സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുകയും അതേസമയം തന്നെ നമ്മുടെ ഇന്ധന രംഗത്തിനുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ ഒരു സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ പുതിയതായി അവതരിക്കപ്പെട്ടതിനെ ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ടുള്ള ഓട്ടോമോട്ടീവ് കമ്പനികളായിട്ടുള്ള ഒന്ന് മാരുതി വാഗണാർ എന്ന് പറയുന്ന കാറിൻ്റെ ഒരു പുതിയ പരിച്ഛേദം, അതോടൊപ്പം തന്നെ ഹീറോയുടെ സ്പ്ലെൻഡർ, അതോടൊപ്പം തന്നെ ഡീലക്സ് ബൈക്കുകളുടെ ഒരു പുതിയ പരിച്ഛേദം, ഇവയെല്ലാം ഫ്ലക്സ് ഫ്യൂവൽ എന്ന് വിളിക്കുന്ന പുതിയ ഇന്ധന സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. ഒരുപക്ഷെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് കുറേയധികം മേഖലകളെ ഒരേ സമയം പരിഗണിച്ചുകൊണ്ട് അവയെല്ലാം സ്പർശിച്ചുകൊണ്ടുള്ളൊരു മാറ്റമാണ്. അതായത് എന്താണ് E5 ഇന്ധനം എന്ന് അതാണ് ഞാനും ചോദിക്കാൻ വന്നത്. ഫ്ലക്സ് ഫ്യൂവൽ എന്നാൽ എന്താ? ഫ്ലക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സാധാരണ പെട്രോളിനെ നമ്മൾക്കറിയാം, നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, അത് ഇവിടെ വന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് നമ്മളത് പെട്രോളാക്കി മാറ്റിയെടുക്കുന്നു, ഡീസലാക്കി മാറ്റിയെടുക്കുന്നു. ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പുതിയ ഇന്ധനം എന്ന് പറയുന്നത്, ഈ ഫ്ലക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത്, ഈ പല അളവിൽ എത്തനോൾ എന്ന് പറയുന്ന ഇതുമായി കലർത്തി, എത്തനോൾ ഈ പറയുന്ന രാസസംയുക്തം നമ്മൾ പെട്രോളുമായി കലർത്തി ഉപയോഗിക്കുന്നതിനാണ് ഫ്ലക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് അത് പലർക്കും അറിവില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായി പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്. അത് 2025 രാജ്യത്ത് ഉപയോഗിക്കുന്ന എല്ലാ പെട്രോളും 20% മുതൽ 25% വരെ എത്തനോൾ കലർത്തിയാണ് വരുന്നത്. അതാണ് നമ്മൾ E20 ഇന്ധനം എന്ന് പറയും. ഇപ്പോൾ ഐസൺ പെട്രോൾ പമ്പുകളൊക്കെ ചെന്നാൽ കാണാം, അവിടെ നോസലിന്റെ പുറത്തൊക്കെ E20 എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് പലരും ശ്രദ്ധിക്കുന്നില്ല. പലരും കേട്ടിട്ടുണ്ട് എഥനോൾ കലർത്തും തുടങ്ങുന്നുണ്ട്, ഉടനെ എഥനോൾ കലർത്തും. പക്ഷെ ഇത് വ്യാപകമായി എന്നുള്ളൊരു ധാരണ നമുക്കില്ല. അങ്ങനെ 20% എഥനോൾ കലർത്തി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തെയാണ് E20 എന്ന് വിളിക്കുന്നത്. പക്ഷെ രാജ്യം വലിയൊരു മുന്നേറ്റത്തിലേക്ക് പോവുകയാണ്. അതായത് എഥനോളിന്റെ കലർത്തൽ, അതായത് ഈ പറയുന്ന പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് 85%, ഒരു പക്ഷേ ഇനി 100% എഥനോൾ മാത്രം ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ആദ്യ പടി എന്നോണമാണ് ഇപ്പോൾ ഈ ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്ന് പറയുന്ന 3 വാഹനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് മാരുതിയുടെ വാഗണർ, 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീറോയുടെ സ്പ്ലെൻഡറും ഡീലക്സും. ഈ 3 വാഹനങ്ങളും വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചിരിക്കുന്നു? കഴിഞ്ഞ ദിവസമാണ് അത് ഉണ്ടായത്. 85% എഥനോൾ കലർത്തിയ പെട്രോള് അത് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള അതിൻ്റെ ഒരു മുദ്രാവാക്യമാണ്. അതായത് ആത്മനിർഭർ മൊബിലിറ്റി എന്നുള്ളതാണ്. അതായത് പുറം രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പെട്രോൾ, അത് 85% എഥനോൾ കലർത്തുക എന്ന് പറയുമ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെ പഴയ കണക്കനുസരിച്ച് ലിറ്റർ ആണെങ്കിൽ അതിൽ 15% മാത്രം പെട്രോൾ മതി, ബാക്കി 85% എഥനോൾ ആയിരിക്കും. വില കുറയുമോ? സ്വാഭാവികമായും കുറയും. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത്, നമ്മൾ ഈ പുതിയൊരു പമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ 82 രൂപയ്ക്കാണ് ആ E85 എന്ന് പറയുന്ന പുതിയ ഇന്ധനം ലഭ്യമാക്കുന്നത്. ഇതൊരു പുതിയ സാഹചര്യമാണ്. അത് ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ പമ്പുകളില്ല, ഇത് വ്യാപകമായ രീതിയിൽ വിറ്റഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 82 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് മാത്രമാണ്. കൂടുതൽ പമ്പുകൾ, അതായത് കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ 85 മുതൽ 100 പമ്പുകൾ വരെ തുറക്കും. ഒരു വർഷത്തിനുള്ളിൽ 2027 5000
E85 പെട്രോൾ പമ്പുകൾ തുറക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വരും. അപ്പോൾ ഈ E85 പെട്രോൾ വ്യാപകമായി ലഭ്യമാകാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ വിലയും കുറയും എന്നുള്ളതാണ്. ഈ പുതിയ മാറ്റത്തിന് ഉണ്ടാകാൻ പോകുന്നത്, അതായത് പ്രത്യേകിച്ച് എന്താണ് എഥനോൾ എന്നുള്ളതും എന്താണ് ഈ എഥനോൾ മിക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന പെട്രോൾ വിലയിലടക്കം ഉണ്ടാകുന്ന നമ്മുടെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പ്രജിത്ത് ഇത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞാൻ ഓർത്തത് ഞാനൊരു 3 വർഷം പുറകോട്ട് പോയി സെപ്റ്റംബർ 2023 സെപ്റ്റംബർ മാസമൊക്കെ നടന്ന G20 സമ്മേളനത്തിലേക്കാണ് എൻ്റെ ഒരു ഓർമ്മ പോയത്. കാരണം നമുക്ക് അന്ന് എസ് ജയശങ്കറിനെയൊക്കെ നമ്മൾ അഭിമുഖം ചെയ്ത സമയത്തൊക്കെ അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ ഈ എത്തനോളിൻ്റെയും ബയോഫ്യൂവലിൻ്റെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബയോഫ്യൂവൽ സഖ്യങ്ങളുടെയും സാധ്യതകൾ പറഞ്ഞിരുന്നു. സാധ്യതകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിസന്ധി എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ പ്രതിസന്ധി അതിൻ്റെ പണം മാത്രമല്ല, വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നൊരു സാഹചര്യം മാത്രമല്ല, അതിൻ്റെ ലഭ്യതയും. നമുക്ക് വളരെ കാലങ്ങളായി സേവ് ഓയിൽ സേവ് ഇന്ത്യ എന്നൊക്കെയുള്ള പ്രചരണം ആരംഭിക്കുന്ന 90കളിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു പോയിൻ്റാണ്. അതായത് ഒരു കാലത്ത് ഈ ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ വറ്റിത്തീരാം, അതായത് ക്രൂഡ് ഓയിൽ ഇല്ലാത്ത കാലം വരാം, അല്ലെങ്കിൽ അത് കുഴിച്ചെടുക്കുന്നത് വയബിൾ അല്ലാത്ത കാലം അധികം താമസിയാതെ തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ഈ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ ആത്മനിർഭർ എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി മറ്റേ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ സമീപിക്കുന്നു. അത് എത്തനോളാവാം, വിൻഡ് എനർജിയിൽ നിന്നാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇലക്ട്രിക് മൊബിലിറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുന്നൊരു കാര്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബയോഫ്യൂവൽ അലയൻസിൻ്റെ ഒരു സാധ്യത വരുന്നത്. ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുമ്പോൾ ഇത് നേരിട്ട് ഇതിൻ്റെ സാമ്പത്തിക വശം എന്ന് പറയുന്നത് തീർച്ചയായും വില വ്യത്യാസം നമ്മളിപ്പോൾ കണ്ടതാണ്. പ്രതി തന്നെ പറഞ്ഞു 85 രൂപയോളമാണ് ഒരു ലിറ്ററിന് വരുന്നത്. 82 രൂപ വലിയ വ്യത്യാസമാണ്. 30 രൂപയുടെ അടുത്ത് ഒരു ലിറ്റർ പെട്രോളുമായി കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ആ വ്യത്യാസം വരുന്നുണ്ട് ഫ്യൂവൽ എഫിഷ്യൻസി, കാര്യക്ഷമമായി തന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി ഉണ്ട്, മൈലേജ് ഉണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല എക്സോസ്റ്റ് കുറയുന്ന മൈലേജിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് നിലവിൽ ഈ E85 പെട്രോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. E85 വാഹനങ്ങൾ വന്നിട്ടുണ്ട്, അതായത് ഈ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവ ഒരു സാർവത്രികമായി പരിശോധിക്കപ്പെട്ട് ഉറപ്പിച്ച ഒരു സാങ്കേതിക വിദ്യയല്ല, പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വീണ്ടും അത് കൂടുതൽ റിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വാഹനങ്ങൾ വരുന്നതനുസരിച്ച് ആ ഇന്ധനക്ഷമത കൂടുതലുള്ള വാഹനങ്ങൾ അവതരിപ്പിക്കപ്പെടും, നിലവിലുള്ള എഞ്ചിനുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായും നാളെ വലിയ രീതിയിൽ വ്യാപകമായി ഈ എഞ്ചിനുകളും ഈ വാഹനങ്ങളും ഉപയോഗിക്കപ്പെടുമ്പോൾ കൂടുതൽ ഇന്ധനക്ഷമമായ വാഹനങ്ങൾ വരും. അപ്പോൾ ഒരു വശത്ത് ഈ ഇന്ധനത്തിന് വില കുറവുമാണ്, മറുവശത്ത് ഈ കൂടുതൽ ഇന്ധനക്ഷമമായിട്ടുള്ള വാഹനങ്ങളും അവതരിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അതെ, അതുപോലെ തന്നെ ഈ കർഷകർക്കുള്ളൊരു നേട്ടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് അതിൻ്റെ ഉത്പാദനം എന്ന് പറയുന്നത് നമ്മൾ പെട്രോളിയം കുഴിച്ചെടുക്കുന്ന പെട്രോളിയം പോലുള്ളൊരു ഇന്ധനമേ അല്ല ഇത്. ഈ ഇന്ധനം സ്പിരിറ്റിൻ്റെ ബേസാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചോളമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ കരിമ്പാണ്. മൊളാസസ് നിന്ന് ബീർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ ഒരു ഏതാണ്ട് സമാനമായ ഒരു പ്രോസസ്സല്ലേ ഇതിന് പിന്നിൽ. അതുപോലെ ഏതാണ്ട് എല്ലാ ധാന്യവിളകളും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ധാന്യം ഉപയോഗിക്കുന്നത്, ചോളം ഒരു ഭക്ഷ്യവിഭവമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതൊരു ഇന്ധന സബ്സ്റ്റൻസായി മാറുന്ന ഒരു വ്യാവസായിക ഉൽപ്പന്നത്തിൻ്റെ റോ മെറ്റീരിയലായി മാറുകയാണ്. സ്വാഭാവികമായിട്ടും റോ മെറ്റീരിയലായി മാറുമ്പോൾ ഒരു റോ മെറ്റീരിയൽ ഒരു വ്യവസായത്തിൽ വരുമ്പോൾ അതിൻ്റെ വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഈ അടുത്ത ദിവസം അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ കർഷകർ വിഭാഗം ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് പലപ്പോഴും അവർ ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ചുള്ള സമ്പത്ത് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് വരുന്ന പലപ്പോഴും ഉൽപ്പാദന ചെലവ് കൂടുന്നു, ഈ പറയുന്ന വില കിട്ടാതെ വരുന്നു, വിപണിയിൽ പല പ്രശ്നങ്ങളും നേരിടുന്നു, ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ അവർ നേരിടുന്നു. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു കാലാവസ്ഥാ വ്യതിയാനം വന്നാൽ തീർന്നു, അവർക്ക് പിന്നെ അവരുടെ സാമ്പത്തികം മുഴുവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയ രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷിയെ ആ രീതിയിൽ പരിവർത്തനപ്പെടുത്താൻ ഈ പുതിയ സംവിധാനത്തിന് കഴിയും. സ്വാഭാവികമായും ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 10,000-ഓളം ഈ പറയുന്ന എഥനോൾ ഉൽപ്പാദന യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏകദേശ കണക്ക്. എനിക്ക് അതിൽ കൃത്യതയില്ല. പക്ഷേ ഈ എഥനോൾ ഉൽപ്പാദന യൂണിറ്റുകൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള പിന്തുണ ഒരു 5-6 വർഷം മുമ്പ് തന്നെ കൊടുത്തിരുന്നു. 5-6 വർഷം മുമ്പ് തന്നെ കൊടുക്കുകയും കേന്ദ്ര സർക്കാർ അതിനെ എന്ത് ചെയ്തു, ഈ എഥനോൾ ഈ പറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതലായി എഥനോൾ ഉൽപ്പാദിപ്പിക്കാനും അത് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള പുതിയ ഇന്ധന രീതിയിലേക്ക് കൊണ്ടുപോകാനും അന്നേ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് കർഷകർക്ക് വലിയ രീതിയിലുള്ള സഹായം, സാമ്പത്തിക സഹായങ്ങൾ കിട്ടാൻ പോകുന്നു, അവിടെ വലിയ നിക്ഷേപങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ കൗതുകകരമായ ഒരു കാര്യം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഈ പരിസ്ഥിതി ഒരു സന്തുലനത്തിൻ്റെ ശാസ്ത്രമാണ്.
ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അത് സന്തുലനപ്പെടുത്തുന്നു. അത് സന്തുലനത്തിൻ്റെ ഒരു ശാസ്ത്രമാണ് പരിസ്ഥിതി എന്ന് പണ്ട് പഴയ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സന്തുലനത്തിൻ്റെ ഒരു ശാസ്ത്രം ഇതിന് പിന്നിലുണ്ട്. നമുക്ക് ഞാൻ കുറച്ച് വർഷം മുമ്പ് മീനങ്ങാടി പഞ്ചായത്ത്, വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്. ആ പ്രഖ്യാപിക്കപ്പെടുന്നതിന് അവർ എടുത്തൊരു എഫർട്ടുണ്ട്. കാർബണിൻ്റെ അളവ് കൃത്യമായി മോണിറ്റർ ചെയ്ത് ആ കാർബൺ മുഴുവൻ വലിച്ചെടുക്കാനുള്ള സസ്യജാലങ്ങൾ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ അത് കാര്യമായി വെച്ച് പിടിപ്പിക്കുക, സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതാണ്. ഈ കൃഷി ഈ എത്തനോൾ ബേസ്ഡായ അല്ലെങ്കിൽ എത്തനോൾ നിർമ്മാണത്തിൻ്റെ ഉദ്ദേശത്തോടെ കൃഷി ചെയ്യുന്ന കാർഷികോൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരു രസകരമായ ലോജിക്ക് അതിന് പിന്നിലുണ്ട്. ഈ കൃഷി സ്വാഭാവികമായും ചോളം ഒരു ചെടിയാണ്, ഒരു സസ്യമാണ്. ആ സസ്യം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു. ഇതൊരു സത്യമാണ്. പ്രകാശ സംശ്ലേഷണം അവിടെ നടക്കുന്നു. ഇന്ധനം നിർമ്മിക്കുമ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. ആ ഇന്ധനം മൂലം എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാകും. എത്തനോൾ അത്ര കണ്ട് പൊല്യൂഷൻ ഉണ്ടാകില്ല. ഏതാണ്ട് 40-50% എമിഷൻ കുറയ്ക്കുമെന്നാണ് കണക്കുകൾ. അങ്ങനെ വരുമ്പോൾ ആ കുറഞ്ഞ എമിഷനെ തന്നെ വലിച്ചെടുക്കാനുള്ള ആ സംവിധാനം അതിൻ്റെ ഉത്പാദനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. കാർബൺ ന്യൂട്രലിലേക്ക് അതിവേഗം സഞ്ചരിക്കാൻ അതിൻ്റെ സാമ്പത്തിക വശം, കാർബൺ ന്യൂട്രലാകാൻ പറ്റുന്ന ഒരു സാമ്പത്തിക വശം അതിശക്തമായി സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, കാർബൺ ന്യൂട്രൽ അന്തരീക്ഷത്തിൽ വളരുന്ന വിളകൾക്ക് ഭക്ഷ്യോൽപ്പന്നം എന്ന നിലയിൽ വലിയ വിലയും കിട്ടും. അതെ അതെ. അപ്പോൾ ഐസിന് ഇതിനകത്തൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഒരു അഡോപ്ഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും നമ്മൾ EVയുടെ സാഹചര്യം നോക്കണം. ഇപ്പോഴും ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ഇളവുകൾ കൊടുത്തുകൊണ്ട്, വലിയ രീതിയിലുള്ള ഓഫറുകൾ കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. EV അഡോപ്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മെയ്യിലെ ടാറ്റയുടെ വിൽപ്പന കണക്കുകൾ, ഏതാണ്ട് 10,234 വാഹനങ്ങളാണ് മെയ് മാസത്തിൽ രാജ്യത്താകെ ടാറ്റ വിറ്റഴിച്ചത് എന്നുള്ളതാണ്. ആ വിറ്റഴിച്ചതിൽ പല സംസ്ഥാനങ്ങളുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, രാജസ്ഥാനുണ്ട്. പക്ഷെ കേരളം അതിൽ നാലാമത് കേരളവും 5ാമത് തമിഴ്നാടുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ സാങ്കേതിക വിദ്യ പുതിയ രീതികളെ അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു മടി ആദ്യം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് 2017-18 കാലത്ത് ഞാൻ ഹൈദരാബാദിലെ പല ഗ്രാമങ്ങളിലൊക്കെ പോയ സമയത്ത് അവിടെയൊക്കെ UPI അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2018 കാര്യമാണ് പറയുന്നത്. അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ UPI സർവ്വസാധാരണ, ഇപ്പം നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ സർവ്വസാധാരണമായിരുന്നു. നമ്മുടെ ഈ സ്കാൻ ചെയ്ത് പൈസ അടയ്ക്കുന്ന പരിപാടി വളരെ സർവ്വസാധാരണമായിരുന്നു. പക്ഷേ കേരളത്തിൽ അന്നതൊരു എന്തോ ഒരു വലിയ സംശയമായിരുന്നു. കാരണം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മോട് കടക്കാർ ദേഷ്യപ്പെടുകയും ഇതൊന്നും ഇവിടെ ഇല്ല. പക്ഷേ അതിൽ വേറൊരു തമാശ കൂടി എന്നറിയാം. ഇതായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിലും വലിയൊരു തമാശയുണ്ട്. നാഷണൽ കമ്പ്യൂട്ടർ റെസ്പോൺസ് എമർജൻസി സംവിധാനങ്ങളുടെ ചീഫ് പോലും 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഒന്ന് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പൊതു സമൂഹം എന്ന നിലയിൽ അത്തരം പുതിയ അഡോപ്ഷൻ നമ്മൾ വളരെ സ്ലോ ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ E20 വന്നു. പക്ഷെ പലപ്പോഴും ഇതൊക്കെ വലിയ പ്രചാരം കൊടുക്കാതെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അങ്ങ് നടപ്പിലാക്കി വാഹന കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തു. 2026 ശേഷം E20 ചേരാത്ത ഒരു വാഹനം ഇറക്കരുതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം വാഹനങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ E85 പുതിയ വാഹനം വന്നു. അപ്പം ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. കാരണം E85 അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലവിലത്തെ വാഹനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം പലപ്പോഴും ഞാൻ പലരിലും കേട്ടു. ഇപ്പൊ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്യും. കാരണം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് E85 പെട്രോൾ എന്ന് പറയുന്ന പുതിയ ഇന്ധനം, അതിനെ ഞാൻ പുതിയ ഇന്ധനം എന്ന് പറയുന്നത് 15% പെട്രോൾ മാത്രമുള്ള 85% എഥനോൾ ഉള്ള ഒരു പുതിയ സംവിധാനമായതുകൊണ്ട് തന്നെയാണ്. ഈ പുതിയ ഇന്ധനം ഈ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്ന് പറയുന്ന പുതിയ 3 വാഹനങ്ങൾ നിർമ്മിച്ച കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അത്തരം വാഹനങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നിലവിലുള്ള വാഹനങ്ങളിൽ ഉപയോഗിച്ചാൽ അവയുടെ എഞ്ചിന് പല പ്രശ്നങ്ങളും വരും. എഞ്ചിൻ പാർട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെറ്റൽ പാർട്സിനല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ ഈ ഫ്യൂവൽ ലൈൻ പോലെയുള്ള, അതുപോലെ ചില വാഷറുകളൊക്കെ ഉപയോഗിക്കുന്ന പലതരം സാങ്കേതിക സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വിയർ ആൻഡ് ടയർ കൂടുതൽ വരും. അത് പെട്ടെന്ന് നശിച്ചു പോകാൻ കാരണം ആ എഞ്ചിൻ, പിന്നെ അത് പതുക്കെ എഞ്ചിനെ ബാധിക്കാൻ തുടങ്ങും, എഞ്ചിൻ്റെ ഘടകങ്ങളെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായും E85 പെട്രോൾ നിലവിലുള്ള വാഹനങ്ങൾക്ക് അനുയോജ്യമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. പക്ഷേ എന്താണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു. ഒരു ഇന്ധന രീതി മാത്രമായി ഇനി ലോകത്ത് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് എവിടെയെങ്കിലും EV മാത്രമായി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? EV മാത്രമായി അതിപ്പോൾ ഇനി നാളെ എല്ലാം CNG ആക്കാൻ വിചാരിച്ചാൽ പ്രകൃതിവാതകത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായും ഇപ്പോൾ എല്ലാവരും EVയെ പറ്റി പറയാറുണ്ട്. ഇപ്പോൾ EV നാളെ നമ്മളൊരു രാജ്യത്തൊരു യുദ്ധം ഉണ്ടാകാൻ വിചാരിക്കുക, ഒരു ശത്രു രാജ്യം നമ്മളെ ആക്രമിക്കുന്നു. അവർ ചിലപ്പോൾ നാളെ ആദ്യം ലക്ഷ്യം വയ്ക്കുക നമ്മുടെ വൈദ്യുതി ഗ്രിഡിനെ ആയിരിക്കാം. ഈ വൈദ്യുതി ഗ്രിഡ് നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കും. EV പൂർണ്ണമായി അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സന്തുലിതമായ ഒരു സാഹചര്യം വേണം. ഒരേ സമയം സാമ്പത്തികമായി സാശ്രയത്വം ഉണ്ടാകണം. അപ്പോൾ ഈ E85 പെട്രോളിന്റെ പുതിയ പമ്പ് തുറത്തിക്കൊണ്ട് ആത്മനിർഭർ മൊബിലിറ്റി എന്നാണ് അതിന്
ഇത് കൊടുത്തിരിക്കുന്നത്, ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇത് പോകുന്നത്. ഈ ഈ പൂർണ്ണമായും ഇനി കൂടുതൽ കമ്പനികൾ E85 വാഹനങ്ങൾ പുറത്തിറക്കാൻ നിർബന്ധിതരാകും. ഓൾറെഡി അവർക്ക് പല രീതിയിലുള്ള, പ്രത്യേകിച്ച് കഫേ 3 പോലെയുള്ള റൂളുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈദ്യുത വാഹനങ്ങൾ കൂടുതലായി പുറത്തിറക്കേണ്ടി വരുന്നു, ഹൈബ്രിഡ് വാഹനങ്ങൾ പുതുതായി പുറത്തിറക്കേണ്ടി വരുന്നു. അതിനൊപ്പം ഇനി E85 വാഹനങ്ങളും പുറത്തിറക്കേണ്ടി വരും. ഒരു വശത്ത് പെട്രോൾ ലഭ്യമാക്കി തുടങ്ങിയിരിക്കുന്നു, മറുവശത്ത് E85 വാഹനങ്ങൾ നിർബന്ധമായും അവതരിപ്പിക്കപ്പെടും. അപ്പോൾ പല തലത്തിലുള്ള, ഒരു സ്ഥലത്ത് EVക്ക് പുഷ് കൊടുക്കുന്നു, മറ്റൊരു തലത്ത് ഈ പറയുന്ന E85 പോലുള്ള എഥനോൾ നിർമ്മിത പെട്രോൾ അല്ലെങ്കിൽ എഥനോൾ ഉൾക്കൊണ്ടുള്ള പെട്രോൾ വാഹനങ്ങൾക്കും പുഷ് കൊടുക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ കുറച്ച് വേഗം കൂടിപ്പോയോ എന്നൊരു സംശയം ഐസന് തോന്നുന്നുണ്ടോ ഇക്കാര്യത്തിൽ? വേഗം കൂടി പോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. സംശയമല്ല, ബോധ്യമാണത്. കാരണം നമുക്ക് പലപ്പോഴും കാലാവസ്ഥ, അന്താരാഷ്ട്ര കാലാവസ്ഥാ ധാരണകളിലൊക്കെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും 2018 ആ വലിയ പ്രളയത്തിൻ്റെ അടിസ്ഥാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് അടിസ്ഥാന കാരണം കാർബൺ കണ്ടൻറ്റാണ്. കാർബൺ കണ്ടൻറ്റ് അന്തരീക്ഷ താപനില ഉയർത്തുന്ന ആ ഗ്ലോബൽ വാർമിങ്ങിന് കാരണം കാർബൺ കണ്ടൻറ്റാണ്. ഈ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നതാണ്. 38 ബില്യൺ ടൺ കാർബണാണ് ഓരോ വർഷവും അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതെന്നാണ് പറയുന്നത്. ഇത്ര വലിയൊരു കാർബൺ തള്ളിവിടുമ്പോൾ സ്വാഭാവികം ആ ചൂടാണ്, ആ അന്തരീക്ഷ താപനില 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ വർദ്ധിച്ചതാണ് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. കാലം തെറ്റിയ മഴ, ഞാറ്റുവേല കലണ്ടർ മാറ്റി എഴുതേണ്ട അവസ്ഥ, അത്തരത്തിലുള്ള വിവിധങ്ങളായ കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്. ഈ കാലാവസ്ഥാ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന കാലത്ത് തന്നെ ഇത്തരത്തിൽ ഈ പ്രകൃതിയുടെ സന്തുലിതതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഇന്ധന സംവിധാനങ്ങളിൽ നിന്നുള്ളൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. സേവ് ഓയിൽ സേവ് ഇന്ത്യ എന്ന് പറയുന്ന 90കളിലെ ആശയം തന്നെ, ഒരു യുദ്ധ സാഹചര്യത്തിലാണ് അത് ഉണ്ടായത് എങ്കിൽ കൂടി ആ 90കളിലെ ആശയം തന്നെ വന്നത് ഒരു പരിധിവരെ ഈ ആഗോള തപനത്തിൻ്റെ കൂടി വിഷയം കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വരാനിരിക്കുന്ന 2028 തന്നെ കൃത്യമായ ചില സ്റ്റാൻഡേർഡൈസേഷനിലേക്ക് ലോകം വരുമ്പോൾ അത്ര ധൃതി പിടിച്ചൊരു തീരുമാനമൊന്നുമല്ല, അത് ആലോചിച്ചുറപ്പിച്ച തീരുമാനം തന്നെയാണ്. അപ്പോൾ രാത്രി വേറെ കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ E85 വാഹനങ്ങൾ, ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളെ പറ്റി പറയുമ്പോൾ ചില കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ സംശയം തോന്നും. ഇപ്പം പുതിയ വാഹനങ്ങൾ വന്നല്ലോ, എന്തായാലും ഈ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്ക് എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ സബ്സിഡികളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതൊരു EV അഡോപ്ഷൻ എങ്ങനെയാണോ ഡൽഹി സർക്കാരും ഒക്കെ വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നത്, അതുപോലെ ഈ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു പിന്തുണ, അതായത് ഒരു സബ്സിഡി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. അപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നാം, ഈ പറഞ്ഞ ഈ വരുന്ന വാഹനങ്ങൾ ഇത് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചാൽ എല്ലായിടത്തും 85% ഈ പറയുന്ന രീതിയിലുള്ള E85 പെട്രോൾ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആ വാഹനങ്ങൾ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള സംശയം തോന്നാം. പക്ഷെ അങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഈ ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ പെട്രോൾ അടിക്കാം, പിന്നീട് നിങ്ങൾക്ക് പെട്രോളിൻ്റെ ഏത് വകഭേദം അടിക്കാം. അതായത് 20% എഥനോൾ അടങ്ങിയിട്ടുള്ള E80 പെട്രോൾ അടിക്കാം, 85% പെട്രോൾ അടങ്ങിയിട്ടുള്ള എഥനോൾ അടങ്ങിയിട്ടുള്ള 15% മാത്രം പെട്രോളുള്ള E85 ഫ്യൂവൽ നിങ്ങൾക്ക് അതിലടിക്കാം. അതുപോലെ 100% എഥനോളുള്ള 100%, അതായത് പെട്രോൾ എന്ന് പറയുന്ന അതിലൊരു ചെറിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം ചിലപ്പോൾ 92 മുതൽ 95% അല്ല എങ്കിൽ 100% എന്നുള്ളതാണ് ഈ E100 എന്ന് പറയുന്ന വരാൻ പോകുന്ന പെട്രോളിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന പുതിയ ഇന്ധനത്തിൻ്റെ എഥനോൾ കണ്ടന്റ്. അപ്പോൾ സ്വാഭാവികമായും അത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ അതും ഈ പറയുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ, നമ്മളൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രത്യേകിച്ച് ഈ പുതിയ വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തുമ്പോൾ വാഹനങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകളുടെ ഒരു ചോയ്സ്, ഒരു തീരുമാനം, അതെങ്ങനെയായിരിക്കണം? ആ ചോയ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 100 ഇടങ്ങളിൽ പമ്പ് ഇപ്പോൾ തുടങ്ങുന്നല്ലേ പറഞ്ഞത്. ഒരു മാസത്തിനുള്ളിൽ 100 വ്യാപിപ്പിക്കും. സ്വാഭാവികമായിട്ട് 100 ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ വാഹനത്തിരക്കുള്ള, അല്ലെങ്കിൽ വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന, കൂടുതൽ വാഹനങ്ങളുള്ള പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള കണക്കുകളൊക്കെ ലഭ്യമാണല്ലോ. അത്തരത്തിൽ കണക്കുകൾ ലഭ്യമായ സ്ഥലങ്ങളിൽ പെട്രോൾ, ഈ പമ്പ്, ഈ മിക്സഡ് പെട്രോൾ അല്ലെങ്കിൽ E85 പെട്രോൾ ഉള്ള പമ്പ് തുറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യമില്ല എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ കപ്പാസിറ്റിയിൽ ആദ്യത്തെ തുടക്കത്തിൽ എല്ലാ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സ്വാഭാവികമായിപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് മുട്ടിന് ഈ ചാർജിങ് സ്റ്റേഷനുണ്ടോ, ഇലക്ട്രിക് പോസ്റ്റുകളിൽ വരെ ഈ ചാർജിങ് സ്റ്റേഷനുകൾ, ഈ ചാർജിങ് സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ അത് കാലം മാറുന്നതിനനുസരിച്ചാണ് ഈ സിസ്റ്റം, അല്ലെങ്കിൽ ആവശ്യകതയ്ക്കനുസരിച്ച് ഈ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ വർദ്ധിക്കും, സിസ്റ്റം വർദ്ധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അത് സ്വാഭാവികമായും അത്തരത്തിൽ ഇതിനോട് പിന്തിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നിപ്പോൾ തോന്നുന്നില്ല. കാരണം ഒരു വർഷത്തിനുള്ളിൽ 5000 പമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതി, ഇപ്പോൾ CNG വരുമ്പോഴും ആ പ്രശ്നം ഉണ്ടായിരുന്നു. CNG കിട്ടാത്തൊരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ CNG വാഹനങ്ങൾ എത്രയോ, ഓട്ടോറിക്ഷകൾ ഭൂരിപക്ഷം ബസ്സുകൾ. അതായത് തൃശ്ശൂരിലെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു പഴയ വളരെ പഴക്കമുള്ള ഒരു വർക്ക്ഷോപ്പ് തൃശ്ശൂരിലെ ബസ്സുകൾ CNG ആക്കുന്നത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്.
എത്രയോ ബസ്സുകൾ CNG ആയി തൃശ്ശൂരും ഒരുപാട് സ്ഥലങ്ങളിൽ ഓടുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകളാണ് CNG ഓടുന്നുണ്ട്. അത്തരത്തിൽ ആ മാറ്റത്തിലേക്ക് വരുമ്പോഴുള്ളൊരു തുടക്കത്തിലൊരു വ്യത്യാസം അതിനൊന്നും നമ്മൾ കണ്ണടച്ച് തള്ളേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായും പുതിയൊരു ഇന്ധനം പരീക്ഷിക്കുകയാണ്, പുതിയൊരു വാഹന സംസ്കാരം പരീക്ഷിക്കുകയാണ്. E85 എന്ന് പറയുന്ന 85% എഥനോളുള്ള പെട്രോൾ നമ്മുടെ വിപണിയിൽ എത്തിയിരിക്കുന്നു. അതും നിലവിലുള്ള പെട്രോളും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ വാഹനങ്ങളും വിപണിയിൽ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റത്തിന് നമ്മുടെ നാട്ടുകാർ തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുതിയ ഇന്ധനത്തിലേക്ക് വരുന്നതനുസരിച്ച്, അതായത് E85 എന്ന് പറയുന്ന ഇന്ധനത്തിലേക്ക് വരുന്നതനുസരിച്ച് നമ്മളുടെ ഈ വിദേശ പെട്രോൾ ഡോളറുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ബന്ധമുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴും ഒഴിച്ചു കളയാൻ കഴിയാത്ത, നമ്മുടെ തലയിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നതാണ് പെട്രോൾ ഡോളർ. അതുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിനോടുള്ള ആശ്രയത്വം എത്രത്തോളം കുറയും? തീർച്ചയായും പെട്രോൾ ഡോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോളറിലാണ് പെട്രോൾ വാങ്ങേണ്ട ഒരു സാഹചര്യം. അതാണ് പെട്രോൾ ഡോളർ എന്ന വാക്ക് തന്നെ ഉണ്ടായത്. പെട്രോളിന് സ്വയം പര്യാപ്ത ആത്മനിർഭരത നമുക്ക് ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പെട്രോൾ ഡോളറിൻ്റെ ആ വിഷയം തന്നെ തീർന്നു. പെട്രോൾ ഡോളർ എന്ന് പറയുന്ന വിഷയം തന്നെ പിന്നെ അവിടെ ഇല്ല. പിന്നെ പെട്രോളിന് വേണ്ടി നമ്മൾ വിദേശ നാണ്യം ശേഖരിക്കുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്യുന്നതിൽ വലിയ ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരില്ല. മറ്റൊരു പ്രധാന വിഷയം കൂടിയുണ്ട്. അത് ഏറ്റവും കൗതുകകരമായൊരു കാര്യമാണ്. അതായത് ഈ ഉൽപ്പന്നങ്ങൾ എത്തനോൾ നിർമ്മിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളുണ്ടല്ലോ, അവയുടെ ഉൽപ്പാദനത്തിൻ്റെ ലാഭം, അതായത് ഇനി ചോള കർഷകർ അവർ കൃഷി ചെയ്യുന്നത് ഇന്ധനമാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെയാണ് മാറ്റം. ഇതാണ് മാറ്റം. വൈസൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മുടെ കർഷകർ ഇനി കൃഷി ചെയ്യാൻ പോകുന്നത് കാർഷിക വിളകൾ മാത്രമല്ല, നിങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്നത് ഭാവിയുടെ ഇന്ധനമാണ്, ഭാവിയുടെ പെട്രോളാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ഗതാഗത മാർഗങ്ങളെ കൂടുതൽ ആത്മനിർഭർ ഭാരതമാക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ ഇന്ധനത്തിനും പുതിയ വാഹനങ്ങൾക്കുമെല്ലാം വലിയ പിന്തുണ നൽകുന്നത്.